അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 8, 21 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഈ ലോകത്തിൻ്റേതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയില്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. സുവിശേഷ വിചിന്തനം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഞാനും പിതാവും ഒന്നാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഉത്പത്തിയുടെ പുസ്തകത്തിലാണ് പിതാവായ ദൈവം തൻ്റെ വ്യക്തിത്വം ഞാൻ തന്നെ എന്ന് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുനാഥനും യഹൂദർ തന്നെ ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നു. ആകാശത്തിനു കീഴെ മനുഷ്യർക്കിടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിനെ ദൈവമായി ഏറ്റുപറയുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തു ദൈവമാണെന്ന് ഏറ്റുപറയുന്നവൻ ദൈവം മണ്ണിലിറങ്ങിയെന്നും പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യനെ പാപത്തിൻ്റെ കരാളഹസ്തത്തിൽ നിന്നും മോചിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. നീ ഇന്ന് ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ ഏറ്റുപറയുന്നുണ്ടോ? നിയോഗ പ്രാർത്ഥന. ഇന്നത്തെ സൂര്യൻ്റെ പൊൻകിരണവും നിങ്ങളുടെ അരികിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ നല്ല ദിനവും ദൈവത്തെ കാണുവാൻ, ലോകരെ കാണുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സമ്മാനിച്ച കർത്താവായ യേശുവിന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നിയോഗ പ്രാർത്ഥനയിൽ നന്ദി പറയുവാൻ മടിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കർത്താവായ യേശു മിശിഹ എത്രമാത്രം ദാനങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് നൽകുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ഈ ജീവവായു പോലും കർത്താവിൻ്റെ ദാനമാണ്. ഈ ദാനത്തിനൊക്കെ നമ്മൾ നന്ദി പറയുവാൻ മടിച്ചു പോകാറുണ്ട്, മറന്നു പോകാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പോലും പറയുന്ന ഒരു വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട്. കർത്താവായ ദൈവമേ, അവരെയൊക്കെ ഈ അവസരത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്നോട് നന്ദി പറയുവാനുള്ള ഹൃദയ വിശാലത അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 136 സങ്കീർത്തനം 26 വാക്യം. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അമ്മ മാതാവേ, ഞങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ, കടഭാരങ്ങളിൽ, രോഗങ്ങളിൽ, ദുരിതങ്ങളിൽ അമ്മയുടെ അത്ഭുതകാര്യങ്ങളുടെ ശക്തി പ്രവഹിക്കണമേ.
ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു മിശിഹ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.